ഇടുത്തി പോലെ ഒരു വാർത്ത ബി.ജെ.പി ക്യാമ്പിനെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ കള്ളത്തരം കാണിച്ച് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ കൈയോടെ പൊക്കിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ആദായനികുതി വകുപ്പിനെ പറ്റിക്കാൻ സ്വത്ത് വിവരം മറച്ചുവെച്ച് പരിചയമുള്ള ബിസിനസ്സുകാരനാണ് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് നമുക്കറിയാം. അതേ പരിപാടിയുമായിട്ടാണ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പിനിറങ്ങിയത്. എന്നാൽ സത്യവാങ്മൂലത്തിലെ തട്ടിപ്പ് കണ്ടെത്തിയതോടെ ചന്ദ്രശേഖരനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തെളിവ് സഹിതം പരാതി നൽകിയിരിക്കുകയാണ്. ഭരണാധികാരിക്ക് മുന്നിൽ സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിലാണ് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി വിവരങ്ങൾ രാജീവ് ചന്ദ്രശേഖർ മറച്ചുവെച്ചത്. ബംഗളൂരുവിലെ കോറമംഗലയിലുള്ള 200 കോടി രൂപ വിലമതിക്കുന്ന ബംഗ്ലാവിന്റെ വിവരം സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് കാട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. നേമത്തെ NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ രാജ്യത്തെ ഏറ്റവും വില കൂടിയ പ്രദേശങ്ങളിലൊന്നായ കോറമംഗല 3rd ബ്ലോക്കിലെ 49,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പടുകൂറ്റം ബംഗ്ലാവിന്റെ വിവരങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ നികുതി അടച്ചതിന്റെ റെസിപ്റ്റ് അടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത്. നേമത്തെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആഡംബര വീടിനെക്കുറിച്ച് പരാമർശമില്ലെന്നും എന്നാൽ 2024 തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ രേഖകളിൽ ഈ ആസ്തി ഉണ്ടായിരുന്നുവെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ സ്ഥിരം കുറ്റവാളിയാണെന്നും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആവർത്തിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണെന്നും കോൺഗ്രസ് എക്സ്പോസ്റ്റിലൂടെ കുറ്റപ്പെടുത്തി. കോടീശ്വരനായ ബിസിനസ്സുകാരനായിട്ടും സ്വന്തമായി വീടോ കാറോ ഇല്ലെന്നാണ് അദ്ദേഹം സത്യവാങ്മൂലത്തിൽ അവകാശപ്പെടുന്നത്. ജനപ്രാതിനിധ്യ നിയമപ്രകാരം അദ്ദേഹത്തെ അയോഗ്യനാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ കാരണം ബി.ജെ.പി കേരളത്തിൽ നാണം കെടുന്നുണ്ടെന്ന് പൊതുവെ പാർട്ടിക്കുള്ളിൽ ആരോപണമുയർന്നിരുന്നു. ബി.ജെ.പിയുടെ ചെലവ് പ്രതിമാസം 30 ലക്ഷം രൂപ ചെലവിൽ നിന്ന് 2 കോടിയിലെത്തിക്കാൻ സാധിച്ചു എന്നത് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേട്ടം. മനംമടുത്ത് പ്രസിഡന്റിനെ മാറ്റാനുള്ള നീക്കം വരെ അണിയറയിൽ നടക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വ്യവസായി കൂടിയായ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ച് ബി.ജെ.പി ലക്ഷ്യമിട്ടത് ചിട്ടയോടുള്ള പ്രവർത്തനവും ജനങ്ങളിലേക്കുള്ള സ്വീകാര്യതയുമായിരുന്നു. ചുമതല ഏറ്റെടുത്തതു മുതൽ അദ്ദേഹം പിന്തുടർന്നതും ഈ ശൈലിയുള്ള പ്രവർത്തനം തന്നെയായിരുന്നു. പാർട്ടി ഭാരവാഹികളെ കൊണ്ട് പരമാവധി പണിയെടുപ്പിക്കുക എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ശൈലിക്കെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനം ശക്തമായിരുന്നു. സംസ്ഥാന അധ്യക്ഷന്റേത് കോർപ്പറേറ്റ് ശൈലിയാണെന്നാണ് പ്രധാന വിമർശനം. ബി.ജെ.പി ഇൻചാർജുമാരുടെ ഓൺലൈൻ യോഗത്തിലാണ് ഈ വിമർശനം ഉയർന്നത്. മണ്ഡലം പ്രസിഡന്റുമാർക്ക് മേൽ താങ്ങാൻ കഴിയാത്ത അത്രയും പരിപാടികൾ അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് പരാതി. കോർപ്പറേറ്റ് കമ്പനി ജീവനക്കാരോട് പെരുമാറുന്നത് പോലെയാണ് നേതൃത്വം ഇടപെടലുകൾ നടത്തുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കൊപ്പം ശില്പശാലകൾ നിരന്തരം വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് 15 ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിപാടി വരെ രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരുന്നു. ഇതിനൊപ്പമാണ് ശ്രീകൃഷ്ണ ജയന്തി അടക്കമുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ നിലത്ത് നിൽക്കാൻ സമയമില്ലാത്ത അവസ്ഥയിലൂടെയാണ് ബി.ജെ.പിക്കാർ കടന്നുപോകുന്നത്. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലം നൽകി രാജീവ് ചന്ദ്രശേഖരൻ കബളിപ്പിച്ചിരിക്കുന്നത്. ചന്ദ്രശേഖരനെ പിന്തുണച്ചിരിക്കുന്നത് M.T. രമേശും S. സുരേഷും മാത്രമാണ്. ഇതിൽ M.T. രമേശിന് ഇക്കുറി സീറ്റ് നിഷേധിച്ചത് വലിയ തിരിച്ചടി രാജീവ് ചന്ദ്രശേഖരന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും അയോഗ്യനാവാതിരിക്കാൻ നിയമവിദഗ്ധരുടെ സഹായം ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് തേടുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ബി.ജെ.പിയുടെ പിണയാളായി പണിയെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊന്നും വലിയ വിഷയമാകാൻ സാധ്യതയില്ല. കാരണം ഇക്കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കുറിപ്പിൽ ബി.ജെ.പിയുടെ സീൽ പതിഞ്ഞ വിവരം പുറത്തുവന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് കമ്മീഷൻ അയച്ച ഇമെയിൽ സന്ദേശത്തോടൊപ്പമുള്ള കത്തിലാണ് ബി.ജെ.പി കേരള ഘടകത്തിന്റെ സീൽ ഉൾപ്പെട്ടത്. സംഭവത്തിൽ അശ്രദ്ധ കാണിച്ച അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറെ കഴിഞ്ഞ ദിവസം കമ്മീഷൻ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഇതൊരു സാങ്കേതികമായ ക്ലറിക്കൽ പിശക് മാത്രമാണെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ ഗേൽഖൽ വിശദീകരിച്ചത്. എന്നാൽ ഇതൊന്നും പക്ഷേ കോൺഗ്രസ് പാർട്ടി വിശ്വസിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം.